എനിക്ക് ആഗ്രഹമുണ്ട് വിഷ്ണുവിനെ പോലെ മറ്റേ ഫസ്റ്റിലെ സാധനമൊക്കെ പറയണമെന്ന്. പക്ഷെ അത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയാം, മറ്റവർക്കൊന്നും മനസ്സിലാവില്ല. അത് എനിക്ക് എത്ര കാലമായിട്ട് അറിയാം. പക്ഷെ എന്നും ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് എങ്ങനെയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനും തിരിച്ചു സിനിമയിലാ ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അത് കഴിവ് തന്നെ. വല്ലാത്ത കഴിവ് തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ. എന്തായാലും ഒരുപാട് സന്തോഷം. കുറച്ച് നാളിന് ശേഷമാണ് ഞാൻ നമ്മൾ കുറച്ച് നാളായി. കഴിഞ്ഞ കളി വന്നതല്ലോ. ഇല്ല, കുറച്ച് ഗ്യാപ്പ് എടുത്ത് ഞാൻ. മനഃപൂർവ്വം എന്നിൽ നിന്ന് അകന്നു പോവാണ്. വളരെ സന്തോഷമുണ്ട് വീണ്ടും കാണാൻ പറ്റിയതിൽ. നിങ്ങൾ രണ്ടുപേരിലും ആദ്യമായിട്ടാണ്. അപ്പോൾ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒഫീഷ്യലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്തുകൊണ്ട് ധ്യാനിനെ ഈ സിനിമയിലെ നായകനാക്കി എന്ന് സാമി സാറിനോട് എപ്പോഴും ചോദിച്ചോ? അതൊരു തെറ്റോ കുറ്റോ അല്ലെങ്കിൽ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ നല്ല നടനല്ലേ, ഞാൻ നന്നായി അഭിനയിക്കില്ലേ, പിന്നെ എന്താണ് സാർ എന്റെ കുഴപ്പം? എന്താണ് സാറിന്റെ കുഴപ്പം? അളിയെന്താ തോന്നുന്നത്? ശരിക്കും അവൈലബിലിറ്റി ആണോ? ആര് ഈസി ആയിട്ട് ധ്യാനിനെ കിട്ടും എന്നുള്ളത് കൊണ്ടാണോ? സാറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവൈലബിൾ അല്ലാത്ത നടന്മാരില്ല. അപ്പൊ കഴിവ് തന്നെ ആയിരിക്കും മാനദണ്ഡം അല്ലേ? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? മെറിറ്റിൽ വിശ്വസിക്കുന്ന ആളാണോ ധ്യാൻ? ഞാൻ എന്റെ കാര്യത്തിലില്ല. പിന്നെ എന്തിലാ ധ്യാൻ വിശ്വസിക്കുന്നത്? അല്ല, എനിക്കറിയില്ല. ചോദ്യം ചോദിക്കുമ്പോഴും എനിക്ക് കൃത്യമായിട്ട് അതിനൊരു ഞാൻ കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം ഇവിടെ ഓപ്ഷൻസ് ഇവിടെ മലയാളത്തില് കുറവാ അല്ലേ? അങ്ങനെ നോക്കുമ്പോ അതെ, തമിഴൊക്കെ കമ്പയർ ചെയ്യുമ്പോ ഈ പറഞ്ഞ നായക നടന്മാരുടെ എണ്ണം കുറവാണ്. ഈ സിനിമ ആക്ച്വലി ഭയങ്കര ഒരു നായക നടൻ അല്ലെങ്കിൽ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഫീൽ കിട്ടേണ്ട ഒരു സിനിമയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ഒരു വലിയ ഒരു പ്രധാന അല്ല മെയിൻ സ്ട്രീം നടന്റെ ആവശ്യമില്ല ഈ സിനിമയ്ക്ക്. മെയിൻ സ്ട്രീം സ്റ്റാറിന്റെ ആവശ്യമില്ല. അപ്പൊ ആ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ആക്ടേഴ്സിൽ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡോർ ബോയ് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഒരു അതായിരിക്കാം. അപ്പൊ സാറിന് മനസ്സിലങ്ങനെ തോന്നാൻ ആ മുഖം ഓടി വന്നതായിരിക്കാം അല്ലേ? എന്തുകൊണ്ടോ ആയിരിക്കാം. അതിന് പ്രധാന കാരണം ഈ ഇന്റർവ്യൂസ് ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ എപ്പോ ഫോൺ നോക്കിയാലും ധ്യാന്റെ ഒരു റീൽ, ഒരു 3 റീലിനകത്ത് ഒരെണ്ണം ധ്യാന്റെ റീലാണ്. ഫേസ്ബുക്ക് അൽഗോരിതം അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. മാർക്കുമായിട്ട് എന്തെങ്കിലും കേരളത്തിന്റെ അംബാസിഡറാ ഫേസ്ബുക്കിന്റെയും യൂട്യൂബിന്റെയും. അതൊക്കെ അറിയുന്നുണ്ടോ? ചാൻസ് ഉണ്ട്. കാരണം അവര് ഒബ്വിയസ്ലി അത് ചുമ്മാ പറഞ്ഞായിരിക്കും. അയാൾ ശരിക്കും പറഞ്ഞായിരിക്കും. അതുകൊണ്ടാണല്ലോ പബ്ജി പോലും വിളിച്ച് എന്താണെന്ന് വെച്ചാൽ ആഡൊക്കെ കൊടുക്കണമെങ്കിൽ ഏത് ലെവൽ ഓഫ് റേഞ്ചാ. ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. ഞാൻ പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോ അപ്പ പോയി അഭിനയിച്ചു. കാരണം ഞാൻ കോളേജിലൊക്കെ ഉള്ള സമയത്ത് കൗണ്ടർ സ്ട്രൈക്കും ഡോട്ട കളിച്ചോണ്ടിരുന്നിട്ടുണ്ട്. അപ്പൊ എനിക്കപ്പോ പബ്ജി ഞാൻ കളിച്ചിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് പബ്ജിനെ കുറിച്ചിട്ട് വലിയ പിടിയില്ല. അപ്പൊ ബാറ്റിൽ ഗ്രൗണ്ട് പബ്ജി അവരെ മേക്കേഴ്സിന്റെ ആണ് ബാറ്റിൽ ഗ്രൗണ്ട്. അപ്പൊ എന്നോട് വിളിച്ചപ്പോ എനിക്ക് ബാറ്റിൽ ഗ്രൗണ്ട് അറിയില്ല. ഈ പബ്ജി അറിയാം, ബാറ്റിൽ ഗ്രൗണ്ട് എനിക്കൊന്ന് പുതിയതാണ്. അനൂപ ഡയറക്ട് ചെയ്ത് ഇത് വരനാവശ്യം ചെയ്ത് അനൂപ് സത്യനാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ അത് വായിച്ചപ്പോ ആ സാധനം റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാകുമ്പോ എനിക്കതൊരു ഭയങ്കര ഒരു രസമുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി. അപ്പൊ അത് കേട്ടപ്പോ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്നുള്ളതിൽ ഞാൻ തൊടുപുഴയല്ലോ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് രാത്രി എനിക്ക് തോന്നുന്നു ഒരു 11-12 മണിക്കാണ് ആ സീക്വൻസ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് അവരതിനെ അതേപടി വൃത്തിയായിട്ട് നന്നായിട്ട് ആ കളർ ടോൺ പോലെ ഏകദേശം അത് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുമല്ലോ ചില സാധനം പുതുമയുണ്ട്. അല്ലെങ്കിൽ അപ്പൊ അത് വായിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇന്റർനാഷണൽ ബ്രാൻഡായി മാറി കഴിഞ്ഞു. അതല്ല ഒന്ന് അച്ഛൻ ചെയ്ത് വെച്ച സാധനം. സോ അത് ഇവരത് ആഡായിട്ട് റീക്രിയേറ്റ് ചെയ്യാന്ന് നോക്കിയപ്പോ ഒന്നിൽ ഏട്ടൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യണം. ഏട്ടനെ അവർ അപ്രോച്ച് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത് ഏട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ബിക്കോസ് അച്ഛന്റെ ഒരു മാനറിസവും ഇതും പരിപാടിയൊക്കെ ഏട്ടനാണ് കുറച്ചുകൂടെ ചെയ്തപ്പോ നമുക്കൊരു സാധനങ്ങൾ ചെയ്തപ്പോ നമുക്കൊരു സന്തോഷം തോന്നി. അങ്ങനെയുള്ളൊരു ആ സത്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര അച്ഛനെ എനിക്ക് വന്ന് അച്ഛനെ വിളിച്ചൊക്കെ പറഞ്ഞു. അതിനകത്ത് ആ ഒടുവിലൻ ചേട്ടന്റെ അതേ റോളൊക്കെ ചെയ്ത് അദ്ദേഹം ഉണ്ടല്ലോ സിനിമയിലൊക്കെ ഉള്ള അദ്ദേഹം ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിന്റെ ആ സീനിലുള്ള എല്ലാവരും എനിക്ക് വന്ന് അന്നയാണ് ആ പെൺകുട്ടിയുടെ അന്ന അതേപോലെ ആ കുട്ടിയെ പോലെ ആ അച്ഛനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ അന്ന് ചെയ്ത പുള്ളിയുടെ ഇത് ബന്ധുവാ. പിന്നെ അനൂപ് ഡയറക്ട് ചെയ്യുന്നു. പിന്നെ അതേ ബാക്ക് ഡ്രോപ്പില് അതേ സാധനം ഡ്രസ്സിന്റെ കളർ. അപ്പൊ ഇനി ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡുകൾ വരട്ടെ. അച്ഛൻ ചെയ്ത് വെച്ച ഇതേപോലെ എന്തെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണുമ്പോ
നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഡയലോഗ് എനിക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത്, ജ്ഞാപകം പോലൊരു പാട്ട് ഇനി ഉണ്ടാകും. ആ സത്യം വയറിലാക്കി ഇങ്ങനെ ഒരു പ്രശ്നമില്ല പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ അത് പറഞ്ഞു എന്നുള്ള സത്യ. ഞാൻ പക്ഷെ അത് ആൾക്കാരെ പിടിക്കും. അത് അല്ല, അത് അതിന് മുന്നേ തന്നെ വന്നു തുടങ്ങി, മീൻസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ ഇന്റർവ്യൂല് ഞാൻ പോലത്തെ പാട്ടൊക്കെ ഇപ്പൊ വിളിച്ചിട്ട് ഭയങ്കര ബോൾ പോലും എടുക്കാത്ത അവസ്ഥയാക്കി വെച്ചിട്ടുണ്ടല്ലോ. വീട്ടിൽ കയറുന്നുണ്ടോ? ഞാൻ ഇവിടെ അച്ഛനമ്മയുടെ കൂടെയാണല്ലോ, അദ്ദേഹം ചെന്നൈയില് പതിയ പടത്തിന്റെ വർക്കൊക്കെ ആയിട്ട്. അതെ, പിന്നെ നമ്മള് ഫാദറിനും ഏകദേശം എന്റെ അഭിപ്രായം. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാം. കാരണം ഞാൻ പേഴ്സണലി തിയേറ്ററിൽ ഞാൻ പടം കണ്ടിരുന്നു, എനിക്ക് വർക്കായി. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾ പറയുകയും ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് ഒരാൾക്ക് വർക്ക് ആയതുകൊണ്ട് ബാക്കി എല്ലാവർക്കും നിർബന്ധമില്ല. അതല്ലേ സിനിമ. എനിക്ക് വർക്കായി, നിനക്കെന്താ വർക്കാവാത്ത? അങ്ങനെയാണോ? അങ്ങനെയല്ലോ. ഒരു സിനിമയാകുമ്പോൾ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തൊട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് വസ്ത്രം തൊട്ട് എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് എന്റെ ടേസ്റ്റിന് പറ്റുന്ന, എന്റെ ടേസ്റ്റ് ബഡ്സിന് പറ്റുന്ന, അതുപോലെയല്ലേ സിനിമയും. എൻ്റെ പെർസ്പെക്റ്റീവിൽ അത് എനിക്കത് ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെടാതെ വരും. അപ്പം ഇന്ന് എനിക്ക് ചേട്ടൻ്റെ സിനിമകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ തട്ടത്തിൻ മറയത്ത് തന്നെയാണ്. ഞാൻ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന കണ്ടതും ചേട്ടന് ഇത്രയും കഴിവുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാരണം ആ സിനിമയില് ഒരു ഇൻഹിബിഷനും ഒന്നുമില്ല. എനിക്ക് ആ സിനിമയുടെ ബേസ് ഐഡിയ മാത്രമേ അറിയുള്ളൂ. അതിനു മുന്നേ സിനിമയെ കുറിച്ച് ഷൂട്ട് കഴിയുന്നു. ഞാൻ ആ സമയത്ത് മാമന്റെ കൂടെ പടം അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റിലീസ്. ഞാൻ കോഴിക്കോട് വെച്ച് അപ്സരയിൽ വെച്ചിട്ടാണ് ഞാൻ സിനിമ കാണുന്നത്. അപ്പൊ ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടും ഞാൻ ആസ്വദിച്ചും കണ്ട സിനിമ, അവസാനം കണ്ട സിനിമ തട്ടത്തിൻ മറയത്ത്. 12 വർഷമായി. അപ്പോൾ എടുത്തു പറയുന്ന എപ്പോഴും എൻ്റെ പടം ഏട്ടൻ്റെ പടം അല്ലെങ്കിൽ അച്ഛൻ്റെ പടം, ഇതിന്റെ മുകളിൽ വേറൊരാളുടെ പടത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള അവർ ആ സെൻസിന് എടുക്കുള്ളൂ, ഏട്ടനും ആ സെൻസിൽ എടുക്കുള്ളൂ. പക്ഷെ എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട്. പക്ഷെ എന്നിട്ട് എന്തായിരുന്നു ഫോൺ എടുക്കാത്തത്? അല്ല, ഞാൻ അതിനുശേഷം ഞങ്ങളിപ്പോ എയർപോർട്ടിൽ വെച്ച് ഞങ്ങളെ കണ്ടു. അപ്പൊ കണ്ടപ്പോ ഞങ്ങള് സംസാരിച്ചു. എയർപോർട്ടിൽ വെച്ച് ഞങ്ങള് ഇല്ല, പുള്ളി അടുത്ത പരിപാടിയിലേക്ക് പോയി. പിന്നെ അൾട്ടിമേറ്റ്ലി സിനിമ തിയേറ്ററിൽ ഓഡിയോ പുള്ളി ഫിലിം മേക്കർ, പുള്ളി ആ സിനിമ എന്ന് വെച്ചാൽ ആ സിനിമ വെൽ ഷോട്ടാണ്, വെൽ മെയ്ഡ് ആണ് ആ സിനിമ. പിന്നെ ചില സാധനങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇന്റർവ്യൂവിൽ പറയുമ്പോൾ പോലും ഞാൻ പുള്ളി ഇരിക്കുകയാണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് വിനീത് ശ്രീനിവാസിന്റെ ടെംപ്ലേറ്റുകളും വിനീത് ശ്രീനിവാസിന്റെ ഫോർമുലയൊക്കെയുള്ള ക്രിഞ്ചും ക്ലീശയൊക്കെ. അപ്പം പക്ഷെ ആൾക്കാർ തിയേറ്ററിൽ വന്നപ്പോൾ നേരത്തെ കലേഷ് പറഞ്ഞ പോലെ തിയേറ്ററിൽ വന്നപ്പോൾ ഈ ക്രിഞ്ചും പലരും എടുത്തു പറഞ്ഞൊന്നുമില്ല. നെക്സ്റ്റ് ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്ന സമയത്ത് ആൾക്കാർ അത് എടുത്തു പറയുകയും ഞാൻ പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പോയ സമയത്ത് എനിക്ക് ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ള അത് ഞാൻ ഏട്ടനോടും എൻ്റെ കഥ കേൾക്കുന്ന 2 ദിവസം മുന്നേ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ സിനിമൻ്റെ 3 ദിവസം മുന്നേ ഞാൻ കഥ കേൾക്കുന്നത്, ഫസ്റ്റ് ഹാഫ് മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ കേട്ടതായിട്ടുള്ള സംഭവങ്ങളൊക്കെ അന്ന് ചെറിയൊരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പുള്ളി അത് എടുത്തു വെച്ചൊരു കൺസീവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറ്റം വരുത്താൻ പുള്ളി റെഡി ആയിരുന്നില്ല. പൊതുവെ കുറെ ആൾക്കാരുമായിട്ടൊരു ബ്രെയിൻ സ്റ്റോമിംഗ് ഒന്നും ഇരിക്കാത്ത ഒരാളാണ് പുള്ളി. പുള്ളിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പുള്ളി പുള്ളിയുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റും ഒരു സാധനം വെച്ചിട്ട് പുള്ളി അതിനെ എടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്കതൊരിക്കലും ഭയങ്കര മോശം സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിൽ എല്ലാ സിനിമയിലും ഉള്ള പോലെ തന്നെ അതിൽ ഫ്ലോസ് ചെറിയ ചിലത് വേണ്ടിയിരുന്നില്ല, ചിലത് ഞങ്ങൾ ഇന്ന് പറഞ്ഞപ്പോ അതിനിപ്പോ ആ പടം ഇഷ്ടപ്പെട്ട ആള് അത് ഇഷ്ടപ്പെട്ട ആയിട്ട് പോലും ഇന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഇന്ന് വേണ്ടിയിരുന്നില്ല എന്ന് ഞാനൊരു സാധനം പറഞ്ഞപ്പോ എടുത്തു പറഞ്ഞപ്പോ അപ്പൊ അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ ഈ സാധനം വേണ്ടിയിരുന്നു അത്തരം അഭിപ്രായം അത് ചില സമയം നമുക്ക് വായിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ കഥ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യില്ല. അത് ചില കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എനിക്ക് 1-2 സാധനങ്ങൾ നിഷാദിന് ഉൾപ്പെടെ ചില സാധനങ്ങളൊക്കെ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യാണല്ലോ. കാരണം സക്സസ്ഫുൾ സിനിമ എടുത്ത് 100% സക്സസ് റേഷ്യോ ഉള്ള ഒരാളുടെ സിനിമയാണ്. നമ്മളുടെ അതിനകത്ത് യാതൊരു സേവ് ഇല്ല. അപ്പം പക്ഷെ പിന്നീട് ഈ ട്രോളും ചില സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ചില ഏരിയയിലാണ് ട്രോൾ ചെയ്യപ്പെടുന്നത് കൃത്യമായിട്ട്. അപ്പൊ അതെനിക്ക് ഫീൽ ചെയ്തു കറക്റ്റ്. അല്ല അതിന്റെ ഇപ്പോഴും തീർന്നില്ല. പക്ഷെ ഇന്ത്യൻ ടൂവിന്റെ മേക്കപ്പ് പോലും ഇപ്പൊ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. പ്രണവിന്റെ മേക്കപ്പും നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ വന്നപ്പോ ഇതൊന്നും തന്നെ വിഷയമല്ലായിരുന്നു. മേക്കപ്പിന്റെ കേസ് ഒന്നും വന്നിരുന്നില്ല. ആൾക്കാരാണ് പറഞ്ഞത്
OTT വന്നപ്പോൾ വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ നടന്നപ്പോഴേക്കും പിന്നെ OTT വരുമ്പോൾ കൃത്യമായിട്ട് ആൾക്കാർ അതിനെ പിൻ പോയിന്റ് ചെയ്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായി, ഒരു പ്രവണത ഭയങ്കരമായിട്ട് കൂടി. എന്താണ് ഈ സിനിമയിലുള്ള പ്രശ്നങ്ങളെയാണ് OTT വരുമ്പോൾ ആൾക്കാർ എടുത്ത് കാണാൻ ആഗ്രഹിക്കുന്നത്. എൻജോയ്മെന്റ് കുറഞ്ഞു. അത് ചില സിനിമകള് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ആ കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിൽ ഭയങ്കരമായി നമ്മൾ എൻജോയ് ചെയ്യും. ആ സിനിമ തന്നെ നമ്മൾ വീണ്ടും ഒരു OTT കാണുമ്പോൾ മേ ബി അത്രയും എൻജോയ് ചെയ്യില്ലായിരിക്കും. അങ്ങനത്തെ കുറെ സിനിമകളുണ്ട്. അപ്പോൾ ഒരു ഡ്രാമ ആണെങ്കിലും ചിലപ്പോൾ കോമഡി ആണെങ്കിൽ പോലും ആ ഇമോഷൻസ് ചിലപ്പോൾ നമുക്ക് ഒരു കുറെ കൂട്ടായ്മയോടെ ഇരുന്ന് കാണുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് ചിലപ്പോൾ വർക്കാകുക. അത് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ അത് വീട്ടിലിരുന്ന് കാണുമ്പോൾ വർക്ക് ആവണമെന്നില്ല. അത് പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഈ ട്രോൾസ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് കണ്ടന്റ് വേണമല്ലോ. അപ്പൊ അവരും ഈ സംഭവം കണ്ട് ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്, ഇതിനെ കുറിച്ച് നമുക്ക് ട്രോൾ ഇടാം. അപ്പൊ അവർക്ക് കണ്ടന്റ് ആവാനും അവർ ഇത് ഡൈസെക്ട് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കാണുന്നത് കൊണ്ടാണ്. നമ്മള് സിനിമയായിട്ട് നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കും ആ സമയത്ത് നിവിൻസ് കംബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഹിറ്റായിരുന്നത്. OTT വരുമ്പോഴാണ് പിന്നീട് അതിന്റെ കൊച്ചു കൊച്ചു പാളിച്ചകൾ പോലും ആളുകൾ എടുത്ത് അത് കണ്ടന്റ് ആക്കി. നമ്മളെ ഒറ്റപ്പെട്ട അവസ്ഥയല്ലല്ലോ. ഇതിന് വലിയ സംഭവം എന്ന് പറയുന്നത് അതിലെ നടൻ തന്നെ അതിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് ഇത് വലിയ സംഭവമായത്. ഒരിക്കലല്ല. ഇത് നമ്മളെയൊക്കെ കയ്യിൽ നിന്ന് പോയിരുന്നു ട്രോളുകൾ വന്നപ്പോൾ. ഭയങ്കരമായിട്ട് ഒരു പരിധിന്റെ മുകളിൽ ട്രോളുകൾ. കാരണം ഞാൻ അതിന് ശേഷമാണ്, ട്രോള് വന്നതിന് ശേഷമാണ് ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ ഇരിക്കുന്നത്. ആ ട്രോളുകൾ അത്രയധികം വന്നതുകൊണ്ടാണ് എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. കാരണം അതിന് മുന്നേ തന്നെ പിന്നെ ഞാൻ പൊതുവെ എല്ലാം പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അഭിനയിച്ച ഇപ്പം ഞാൻ പറഞ്ഞില്ല എന്റെ വീട്ടിലെ ആൾക്കാരുടെ സിനിമകളെ പറ്റി, അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച പല സിനിമകളും അതിലുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ പല പ്രശ്നങ്ങളുണ്ട് പല സിനിമകളും. അതൊന്നും ഞാൻ ഒരിക്കലും വന്നിട്ട് പിന്നീട് ഒരു ഇന്റർവ്യൂവിലോ അല്ലെങ്കിൽ വന്നിട്ട് ഞാൻ ചർച്ച ചെയ്യാറോ പറയാറോ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ക്രിയേറ്ററും അല്ലെങ്കിൽ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരായിട്ട് എനിക്ക് ആത്മബന്ധമോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള ബന്ധം മാത്രമേ. ഏട്ടനായിട്ട് എനിക്കില്ല. എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കെന്തും പറയാം. എന്റെ ഏട്ടന്റെ സിനിമ ഞാൻ അതുകൊണ്ട് ആ ഒരു ഫ്രീഡത്തിന്റെ പുറത്ത് പറയുന്നതാണ്. അത് പുള്ളി ഏത് സെൻസിലെടുത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. കല്യാണിയുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്നു, അതിനുശേഷം അത് പ്രിയദർശൻ സാറിന്റെ മോള്, ഇപ്പൊ ശ്രീനിവാസ സാറിന്റെ മോന്. ഇതിലെന്തിനാണ് ഒരു നെപ്പോട്ടിസം? വളരെ വളരെ വെറുതെ അല്ല. മൂന്നാമത്തെ സിനിമയാണ് വരുന്നത്. ഇനി അങ്ങനെയുള്ള മക്കളുടെ സിനിമകൾ മാത്രം. ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് ശ്രേയ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ധ്യാൻ ചേട്ടൻ്റെ പേരായിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. ഇതിനകത്ത് സീക്രട്ടാക്കി വെക്കേണ്ട കാര്യം ഒട്ടുമേ അറിയാത്ത ഒരു ക്യാരക്ടർ ഈ സിനിമയ്ക്കകത്തുള്ളത് ഈ ക്യാരക്ടറാണ്. രണ്ടുപേർക്ക് എനിക്കും അറിയില്ല, ഇറങ്ങി കഴിഞ്ഞ പടത്തിന്റെ കഥ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ അച്ഛൻ വക്കീലാണ് അല്ലേ? അതെ. അത് അദ്ദേഹത്തിന്റെ ഞാൻ അതിലേക്ക് വരട്ടെ. ഒരു കമ്മീഷന്റെ ഒരു വിധി ഉണ്ടായിരുന്നു. നമ്മുടെ മലപ്പുറം സൈഡിൽ ഒരു തിയേറ്ററിൽ താമസിച്ചു വന്ന സിനിമ റിലേറ്റഡ് ഒരു വിധി ഉണ്ടായിരുന്നു. ഒരാള് ടിക്കറ്റ് എടുത്തു, പക്ഷേ ഫിലിം സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. പുള്ളി വരുന്നതിന് മുമ്പും പടം സ്റ്റാർട്ട് ചെയ്തു. ക്ലീനിങ് പ്രോസസ് ആണെന്ന് പറഞ്ഞിട്ട് പടം നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിറങ്ങിയപ്പോൾ പുള്ളിക്ക് പടം ഫുള്ള് കാണാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളിക്കാരൻ തിയേറ്ററായിട്ട് സംസാരിച്ചു. തിയേറ്ററായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി. പുള്ളിക്കാരൻ കൊണ്ട് പരാതി കൊടുത്തു. അങ്ങനെ തിയേറ്ററുകാർ 50,000 രൂപ ഇദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് വിധിച്ച ആ കമ്മീഷനിൽ തലപ്പത്തിരുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛൻ. കൺസ്യൂമർ കോർട്ടിലെ ജഡ്ജായിട്ടാ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസസ് എല്ലാം വരുന്നത് അല്ല മലപ്പുറത്ത്. ആ ടിക്കറ്റിന്റെ പ്രൈസ് എത്ര? 50,000 രൂപ ഉപഭോക്തൃ കോടതി വിധിച്ചത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ സമയം ഒരാളാണെങ്കിലും അയാൾ അതിനു വേണ്ടി എഫേർട്ട് ഇട്ട് കറക്റ്റ് സമയത്ത് അയാൾ ചെല്ലുമ്പോ ആ പറഞ്ഞ സമയത്തിന് മുന്നേ പടം തുടങ്ങി എന്ന് പറഞ്ഞാൽ അയാളോട് അച്ഛനെ തൂക്കിക്കൊല്ലോ. ഇവൻ കുറെ കാലമായിട്ട് ആൾക്കാരെ പറ്റിക്കുന്നു. ഞാൻ ഈ സിനിമകളില് കൃത്യമായ ജഡ്ജ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ കാരണം ഇന്ന് ഈ സിനിമ വന്നിരിക്കുമ്പോൾ എവിടെയോ മനസ്സിനൊരു സന്തോഷമുണ്ട് ധ്യാനിന്. ഇതൊരു പക്ഷെ വർക്ക് ആവാം എന്നുള്ള ഒരു പ്രതീക്ഷ ധ്യാനിലുണ്ട്. അങ്ങനെയല്ല, പ്രതീക്ഷ ഇല്ല അത് ഞാൻ ഒന്നും പറയില്ല. എന്നെ അങ്ങനെ മുഖം വെച്ചിട്ടൊന്നും ആളിനെ ഒരിക്കലും അങ്ങനെയൊന്നും. ഓടുന്ന പടത്തിനും ഓടാത്ത പടത്തിനൊക്കെ എനിക്ക് ഒരേ ഭാവം തന്നെ ആയിരിക്കും. ഓടില്ല എന്ന് വിചാരിച്ച ഒരു സിനിമ ഓടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. അത്ര കോൺഫിഡൻസാ? അതെ, അത് നമുക്കൊരു ചെയ്യുന്ന സമയത്തും. കാരണം അത് എനിക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അത്ര
അത്ര പൊട്ടന്മാരൊന്നും അല്ല സിനിമയിലുള്ള സിനിമാക്കാരും. അവർ കൃത്യമായിട്ട് അതിന്റെ ഞാൻ പറയുന്ന ഒരു പടത്തിന്റെ ടോട്ടൽ ഔട്ട് കണ്ടതിന് ശേഷം കൃത്യമായിട്ട് അതിന്റെ സംവിധായകൻ അല്ലെങ്കിൽ ഇവിടുത്തെ പറഞ്ഞ പോലെയാണോ സിനിമ വന്നിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. കാരണം നമ്മളിലൊക്കെ ഒരു പ്രേക്ഷകരുണ്ടല്ലോ, എല്ലാവരും, അവർക്കൊക്കെ മനസ്സിലാവും. എല്ലാവരും ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ഇത് അടിക്കുന്നത് ഉറപ്പായിട്ട് അടിക്കുന്ന പറയുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് പോലും അറിയാം എവിടെയൊക്കെയോ ഇത് പാളിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എനിക്കിതെല്ലാം മനസ്സിലാവുന്നു എന്നുള്ളതല്ല പറയുന്നത്. ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയിലും, ഓടാതെ പോയ സിനിമകളിലൊക്കെ ഉള്ള അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ എൻ്റെ ആൾക്കാർക്കൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇത് സിനിമയായി വന്ന് കണ്ടതിന് ശേഷം അവർക്കൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും ആരും തന്നെ അത് തുറന്നു പറയാനോ അല്ലെങ്കിൽ പറയില്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇത് എനിക്ക് മാത്രം കിട്ടിയൊരു കഴിവാണെന്നൊന്നും അല്ലല്ലോ ഞാൻ പറയാം. നമുക്ക് കൃത്യമായിട്ട് ഈ സിനിമ ഓവറോൾ ഔട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം നേരത്തെ വർഷാക്കേഷന്റെ കേസ് പറഞ്ഞപ്പോൾ പോലും എന്താ ഇത് റിയാലിറ്റിയിൽ സിനിമ വന്നതിന് ശേഷമാണല്ലോ നമുക്കൊക്കെ ഈ അഭിപ്രായം. ചിലപ്പോൾ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊന്നും തന്നെ നമ്മൾ കാരഡായി പോകും. കഥ കേട്ട് പോകുമ്പോൾ നല്ല കഥയാണ്, നല്ല കഥ, അത് മാത്രമേ ഉള്ളൂ. ഷൂട്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ കൊളാവുന്ന അവസ്ഥയാണ് മിക്ക സിനിമകൾക്കും പറ്റുന്നത്. മിക്ക സിനിമകളും ഇവിടെ സംഭവിക്കുന്നത് ഒരു കഥയുണ്ടാവും, തിരക്കേടില്ലാത്തൊരു കഥയുണ്ടാവും, അത് ഷൂട്ട് ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് വീണു പോകുന്നതാണ്. പിന്നെ അതിന്റെ പോസ്റ്റ്, ഈ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു എഡിറ്റ്, സ്കോറ്, അത് ഭയങ്കര ഒരു ഫാക്ടറാണ്. ഒരു സിനിമ നിൽക്കുന്നത് അതിന്റെ എഡിറ്റിലും. ഡയറക്ടർ എത്രത്തോളം എന്തൊക്കെ സിനിമ ചോദിച്ചാലും അതിന്റെ എഡിറ്ററാണ് ഇത് സിനിമ കട്ട് ചെയ്ത് അതിനെ ഏറ്റവും ഭംഗിയാക്കി മാറ്റുന്ന ആൾ. ഇവിടെ പലർക്കും ഇവിടെ ഏറ്റവും വിലയില്ലാത്തൊരു ജോലി ആയിട്ട് പലരും കാണുന്നത് എഡിറ്റേഴ്സിനെയാണ്. എനിക്ക് ഇന്നും മനസ്സിലാവാത്തൊരു വെച്ചാൽ ഭയങ്കര ഓവർ റേറ്റഡ് ആണ് പല ഇതും, പക്ഷെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് ഈ പറഞ്ഞ എഡിറ്റേഴ്സ്. പലപ്പോഴും എഡിറ്റാണ് ഒരു സിനിമയുടെ ഫേറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഒരു സിനിമ മോശം സിനിമ വരെ എഡിറ്റിൽ നമുക്ക് വേണമെങ്കിൽ പിക്കപ്പ് ചെയ്തെടുക്കും. പിന്നെ ഒരു ആവറേജ് സിനിമ അങ്ങനെ എഡിറ്റിൽ പിക്കായ ഒരു സിനിമയെ മ്യൂസിക് കൊണ്ട് നമുക്ക് വീണ്ടും ലിഫ്റ്റ് ചെയ്യാം. അപ്പോ ആ രീതിയിൽ നമ്മൾ മാജിക് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട്, എടുത്തു പറയാൻ പറ്റില്ല, കാരണം ഇത് വേറെ ആൾക്കാരുടെ സിനിമ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഒരാൾക്ക്, എനിക്ക് മാത്രം മനസ്സിലായ ഒരു കാര്യം. എന്റെ സിനിമയിൽ മുന്നേ സിനിമ ചെയ്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഇത് ഓടുന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച അങ്ങനെയൊന്നുമല്ല. അവർക്കൊക്കെ എല്ലാവർക്കും ജഡ്ജ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മള് വിനീതനോട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിനീതനെ നമ്മളൊരു ഗുരുവായിട്ട് നമ്മളങ്ങ് സ്വയം നമ്മളങ്ങ് വിശ്വസിക്കും. ദൈവം നമ്മുടെ ഗുരുവാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താ? ബാക്കിയുള്ളവരുടെ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. പക്ഷെ വിനീതന്റെ ഒരു വല്ലാത്തൊരു സിൻസിയറിറ്റിയും ഒരു കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ഹിസ് വർക്ക്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് വിനീതന്റെ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുന്ന, ഒരിക്കലും ഒരു അങ്ങനെ ഒരു ഹൈറാർക്കിയോ അങ്ങനെ ഒന്നുമില്ല. വിനീതന്റെ സെറ്റിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ ഒരു പീപ്പിൾസ് പേഴ്സൺ ആണ് വിനീതേട്ടൻ. സെറ്റിൽ വരുമ്പോൾ അത് ഒരു സംവിധായകൻ എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ഞാനൊരു സംവിധായകൻ അങ്ങനെയല്ല. വിനീതേട്ടൻ എല്ലാവരുടെ അടുത്തും ഓരോ ആക്ടറിന്റെ അടുത്തും ചെന്നിട്ട്, ഒരു ചെറിയ റോള് ചെയ്യുന്ന ഒരു ആക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് പോലും ഇതാണ് നിങ്ങളുടെ സീന്, ഇതാണ് നിങ്ങളുടെ മൂഡ്, അത് അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അങ്ങനെ അപ്പം ഇതില് വർഷങ്ങൾക്ക് ശേഷത്തിൽ തന്നെ മറ്റേ മൈക്കിൽ വിളിച്ചു പറയേണ്ട, പോയി വിനീതേട്ടന്റെ രീതിയാണ് അതല്ല. വിനീതേട്ടൻ ഒരിക്കലും നമ്മളെ ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കില്ല, അല്ലെങ്കിൽ ഞാനൊരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കില്ല. നായകന്റെ അടുത്തോ ഒരു നായികയുടെ അടുത്തോ ഉള്ള അതേ എന്താ പറയണ്ട ആ ഒരു ബിഹേവിയർ തന്നെയാണ് ബാക്കിയുള്ളവരുടെ അടുത്ത്. അത് അല്ല, പക്ഷെ വ്യത്യാസമുണ്ട്. എന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന പോലെ നേരത്തെ നമ്മളെ പറഞ്ഞ സ്വാതന്ത്ര്യം. പണ്ടൊരു സ്ഥലത്ത് അച്ഛൻ ഇതേപോലെ സാധനം പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടെ വില തന്നിട്ടുണ്ട് കേട്ടോ. അല്ല, പക്ഷെ അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും വിനീതേട്ടനോട് ആ ഒരു ഇഷ്ടം തോന്നുന്നതും അതിനെ ഒരു മാതൃകയായിട്ട് കാണുന്നതും. എല്ലാവർക്കും പക്ഷെ അങ്ങനെ ആവാൻ പറ്റണം എന്നില്ല, പക്ഷെ അതിനെ മാതൃകയായിട്ട് കാണുന്നുണ്ട് കുറെ ആളുകൾ. സോ അത് ഒരു നല്ലൊരു മോഡലാണ്. വിനീതേട്ടനെ ഫോളോ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വിനീതേട്ടന്റെ? അനിയനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ്. അത് തന്നെ എന്നെ ഭയങ്കര കാര്യമാണ് പുള്ളി. എന്ത് പറഞ്ഞാലും അതെ, എല്ലാം ക്ഷമിച്ചു തരുന്നില്ലേ, വലിയ കാര്യല്ലേ. നമ്മള് പുള്ളിനെ ഫിലിം മേക്കർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ലല്ലോ നമ്മൾ കാണുന്നത്. എനിക്ക് കംപ്ലീറ്റ്ലി എന്റെ ചേട്ടൻ, ഇതിനപ്പുറമുള്ള ഒരു
സിനിമയൊന്നും നമ്മളെ സിനിമ ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതിനേക്കാൾ സിനിമ ഇങ്ങനെ അറിയാവുന്ന ആളുണ്ട് എൻ്റെ വീട്ടിൽ. സിനിമ അറിയാവുന്ന ആളുണ്ട്. നമ്മള് ഇവരോട് നമുക്ക് ഇഷ്ടമാണല്ലോ, സ്നേഹവും ഇഷ്ടവും. അല്ലെങ്കിൽ ഞാൻ പുള്ളിയുടെ നിന്നേ വരെ പുള്ളി ചെയ്യുന്ന ഒരു സാധനം ഞാൻ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സാധനം ഞാൻ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ പോലെ ആവാനോ ഞാൻ നിന്നേ വരെ ശ്രമിച്ചിട്ടില്ല, ഞാൻ ആവാൻ നോക്കിയിട്ടുമില്ല ആരുടെയും. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയിൽ നല്ല കുറെ ക്വാളിറ്റീസ് ഉണ്ടാവും. നേരത്തെ അളിയൻ പറഞ്ഞ പോലത്തെ കുറെ കാര്യങ്ങൾ അത് പുറമേ നിന്ന് കാണുന്നവർക്ക്, നമ്മൾ ചെറുപ്പം മുതലേ കാണുവാണ്. അപ്പം പുറമേ നിന്ന് അളിയനത് കാണുമ്പോൾ പലതും അതൊക്കെ വളരെ എനിക്ക് കുഴപ്പമില്ലാത്തൊരു മനുഷ്യനായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതായിരിക്കും കുഴപ്പക്കാരനല്ലാത്ത എനിക്ക് തോന്നുന്നു ഒരു അനിയനപ്പുറം ഒരു മകൻ എന്ന രീതിയിൽ ഒരു ഭയങ്കരമായിട്ട് ഡെഫിനറ്റ് എന്നെ പുള്ളി പ്രൊട്ടക്ട് ചെയ്ത പോലെ അല്ലെങ്കിൽ എന്നെ പുള്ളി അത് എനിക്ക് അഭിപ്രായ വ്യത്യാസം പുള്ളിയുടെ സിനിമകളോടും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ആസ് എൻ ബ്രദർ പുള്ളി ഭയങ്കര ഐഡിയൽ ബ്രദറാണ്, പുള്ളി ഐഡിയൽ സണ്ണാണ്, ഭയങ്കര ഐഡിയൽ ആയിട്ടുള്ള ഹസ്ബൻഡാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കത് കാണുന്ന സമയത്ത് ഒരു ഐഡിയൽ എന്താ പറയുക ഡയറക്ടറാണ്. അപ്പം ആ രീതിയിൽ എനിക്ക് കുഴപ്പമില്ലാത്ത മനുഷ്യനാണെന്ന് തോന്നാൻ കാരണം വേറെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഐഡിയൽ ബ്രദറാണ് എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് മാത്രം നോക്കിയാൽ മതി. നമ്മളോട് എങ്ങനെയാണെന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മറ്റുള്ളവർ നമുക്ക് വിഷയമല്ല. ഈ സ്വാമി സാർ എനിക്ക് തോന്നുന്നു ഈ കൊറോണയ്ക്ക് മുമ്പേ ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സേതുരാമയ്യർ 5 ആ സ്ക്രിപ്റ്റ് ആവുന്നതിന് മുമ്പേ സാറിന് ഒരു സിനിമ ചെയ്യണമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. സാറിൻ്റെ സ്ക്രിപ്റ്റുകളിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ ആസ്ട്രോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാവും. ഈ സിനിമയിൽ പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്താണ് അതിനകത്ത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം, ലൈക്ക് ഒരു മിസ്റ്റീരിയസ് തിങ് എടുത്ത് പുള്ളി പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആക്ച്വലി ഇതുവരെ പറയാത്തൊരു നമ്മളത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിൽ ഉറച്ചൊരു സാധനം വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റം വരുത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലൊരു വിശ്വാസമുണ്ട്, നമുക്ക് എന്തും പോസിബിൾ ആണെന്നുള്ളതാണ് ആക്ച്വലി. നത്തിങ് ഈസ് ഇംപോസിബിൾ. അത് തന്നെയാണ് ആക്ച്വലി ഇതിന്റെ ഒരു കോർ സാധനം എന്ന് വെച്ചാൽ ബിലീവ് ഇൻ യുവർ സെൽഫ്, യു ക്യാൻ ഡു ഇറ്റ്. അത്രേ ഉള്ളൂ. അതാണ് ഈ സിനിമയുടെ ഒരു എന്താ പറയണ്ടേ ഒരു മോറൽ എന്നൊക്കെ പറയാൻ. അങ്ങനെ ഒരു മെസ്സേജിങ് ഒരു പ്രീച്ചിങ് കൊടുക്കുന്ന സിനിമയൊന്നും അല്ല. പക്ഷെ അങ്ങനെ ഒരു മെസ്സേജിങ് ഇല്ലാതില്ലത്. ഓക്കെ, അങ്ങനെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രം സിനിമ ചെയ്തതല്ല സാറ്. സാറൊരു പുതിയതായിട്ടൊരു കോൺസെപ്റ്റ് എന്തെങ്കിലും ഒരു സാധനം പുതിയൊരു സാധനം പറയണല്ലോ. കാരണം പുള്ളി പല തരത്തിലെ സിനിമ പറഞ്ഞ ആളാണ്, പല കഥകൾ പറഞ്ഞ ആളാണ്. അപ്പൊ പുള്ളി എന്തെങ്കിലും ഒരു സാധനം പുള്ളിക്ക് പറയാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർക്ക് എൻഗേജിങ് ആയിട്ട് പുതിയ തോട്ട് എന്തെങ്കിലും ആൾക്കാരെ മുന്നേക്ക് എടുത്ത് വെക്കാന്നുള്ളതിൽ ആലോചിച്ച് തുടങ്ങിയതാണ്. പുള്ളിയുടെ ഒരു റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് വെച്ചിട്ടാണ് പുള്ളി ഫസ്റ്റ് ഈ സംഭവം. പുള്ളി ഒരു ആക്സിഡന്റ് ഉണ്ടായി, രാവിലെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു. അവിടെ നിന്നോട്ടാണ് പുള്ളി ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ചും പിന്നെ അതിൽ പുള്ളി റിസർച്ച് ചെയ്യുകയും അതിനെപ്പറ്റി ആ വിഷയത്തെ കുറിച്ച് പഠിക്കുകയും നിമിത്തം ഡെസ്റ്റിനി ഓൾറെഡി പുള്ളി ആ ആസ്ട്രോളജി അല്ലെങ്കിൽ ആ സയൻസിലെ പുള്ളിക്ക് ഓൾറെഡി അത്യാവശ്യം ഇതിലുള്ള ആളാണ്. അപ്പം പുള്ളി ഇങ്ങനെ ഒരു സാധനത്തെ റിസർച്ച് ചെയ്യുകയും ഇതിനെപ്പറ്റി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് വരുന്നതൊക്കെ. അപ്പം കൃത്യമായിട്ട് പുള്ളി എന്തൊക്കെയാണ് പറയേണ്ടത്, അത് എത്രത്തോളം പറയണം. കാരണം ഇത് കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിഷയമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി തന്നെ പറഞ്ഞത് ഒരു ഡോക്യുമെന്ററി ഫോർമാറ്റിലോട്ടോ അല്ലെങ്കിൽ ഇതൊരു സിനിമയുടെ ഒരു ഫോമിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഭയങ്കര പ്രീച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യും. അതിനെ പുള്ളി ഒരു ബ്ലെൻഡ് ചെയ്ത് ഒരു സിനിമ ഫോർമാറ്റിലോട്ട് ആക്കി എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ അത് ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞാൽ മാത്രമേ അത് വർക്കാവുള്ളൂ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങളൊക്കെ വരാൻ. നേരത്തെ പറഞ്ഞ ഒരു വലിയൊരു സ്റ്റാർ ചെയ്യേണ്ട ഒരു സിനിമയല്ല ഇത്. അടുത്ത വീട്ടിലെ പയ്യൻ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നെക്സ്റ്റ് ഡോർ ബോയ് തോന്നിപ്പിക്കുന്ന ഒരാൾ ചെയ്താൽ ഇത് ഓക്കെയാ. എന്റെ ചോദ്യം അതായിരുന്നു, സാധാരണ സ്ക്രിപ്റ്റുകളുടെ നായകന്മാരുടെ പേര് വിൻസെന്റ് ഗോമസ്. കാരണം ഈ സിനിമയിൽ നായകനേക്കാളും ഇതിൽ പറയുന്ന വിഷയം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ വിഷയം പുള്ളി പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് പുള്ളിയുടെ ലൈഫിൽ നടക്കുകയും ആ ഇൻസിഡന്റ് കൊണ്ടാണ് പുള്ളി ഒരു ആക്സിഡന്റ് ആയിരുന്നു. അപ്പൊ ആക്സിഡന്റ് കൊണ്ടാണ് പുള്ളി ഈ ഒരു വിഷയത്തെ കുറിച്ച് പുള്ളിയുടെ മനസ്സിൽ എവിടെ എപ്പോഴൊക്കെയോ കടന്നിരുന്ന ഒരു ചിന്തയായിരിക്കാം ഇത് പുള്ളി റിസർച്ച് ചെയ്യും, അത് ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അത് ഈ ഒരു തോട്ട് ഷെയർ ചെയ്യാം എന്നുള്ളൊരു തുടങ്ങുന്നത്. അപ്പൊ ഇതിനൊരു നേരത്തെ പറഞ്ഞ ഒരു മെയിൻ സ്ട്രീം നടന്റെ ആവശ്യമില്ലാത്തൊരു അല്ലെങ്കിൽ സിനിമയാണ്. ഈ നമ്മൾ എല്ലാവരും ഇന്റർവ്യൂസിന് ഒരുപാട് ചോദ്യങ്ങൾ ധാരാളമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ തപ്പി പിടിച്ചിട്ട് ഞാൻ എയോട് ചോദിച്ചു. സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വരെ മടിയായി. കേട്ടപ്പോൾ രസമായിട്ട് തോന്നി. ഈ നിങ്ങളുടെ അച്ഛൻ്റെയും സഹോദരൻ്റെയും പാരമ്പര്യം മലയാള സിനിമാ വ്യവസായത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് മാറ്റിയതെന്ന്. ഇപ്പൊ അളിയൻ ചോദിച്ചിരുന്നെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് മറ്റേ ചോദിച്ചല്ലേ. എന്താ ഇത്
ടഫായി. ഞാനും അത് ആലോചിച്ചു. അച്ഛനും ബ്രദറുമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അവരുടെ ഇൻഫ്ലുവൻസ് സിനിമ ബിസിനസ് എന്ന് പറയുന്നതിനെ എങ്ങനെ ധ്യാൻ എന്ന് പറയുന്ന ഡയറക്ടറിൽ എങ്ങനെ അത് രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളത്, അവരുടെ ഒരു ബിസിനസ് രീതി ഉണ്ടല്ലോ സിനിമ, അതൊന്നും അല്ലാതെ വേറൊരു പാറ്റേൺ ആണോ ധ്യാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്റെ പാറ്റേൺ ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലേ? ഒരു മനുഷ്യനും ഇവിടെ ഇട്ടിട്ടില്ല. അവരുടെ പാറ്റേൺ ഒറ്റ സാധനമേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള, അവരെ ഇഷ്ടപ്പെടുന്ന സിനിമകൾ എന്നുവെച്ചാൽ അവർ നല്ലതെന്ന് വിശ്വസിക്കുന്ന, അവരുടെ സെൻസിബിലിറ്റിക്ക് ഇത് നല്ലതാണെന്ന് തോന്നുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവർ രണ്ടുപേരും ഫോളോ ചെയ്തിരുന്ന പാറ്റേൺ. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാനേ പറ്റിയിട്ടില്ല. ഇത്രയും വർഷത്തിനാണ് 12-13 വർഷമായി. കാരണം ഇഷ്ടമുള്ള ഒരു സിനിമ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സെൻസിബിലിറ്റിക്കും ഇത് ചെയ്യുന്ന അങ്ങനെ ഒരു കഥ ഞാൻ അടുത്ത കാലത്ത് ഇത്രയും വർഷത്തിനിടയിൽ, കാരണം എല്ലാ ഇതിനകത്ത് ഞാൻ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിട്ടിക്ക് ഞാനാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാത്തിലും എനിക്ക് എന്തും കുറ്റം കണ്ടുപിടിക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ ഭയങ്കര ക്രിട്ടിക് ആയിരുന്നു സിനിമയിൽ വരുന്നതിന് മുന്നേ. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയിൽ ഇല്ലായിരുന്ന ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ തല്ലുകൊള്ളിയ ക്രിട്ടിക്കായി മാറിയത്. യൂട്യൂബിലൊക്കെ ഇരുന്ന് ഉറപ്പായിട്ടും ക്രിട്ടിക്കായി മാറിയല്ലേ. കാരണം എനിക്കൊരിക്കലും ഒരു കംപ്ലീറ്റ് സ്ക്രീൻ പ്ലേയോ അങ്ങനെ ഒരു സാധനം ഞാൻ ഇന്നേ വരെ ചെയ്ത ഒരു സിനിമയിൽ ഞാൻ വായിക്കുകയോ ഞാൻ കേൾക്കുകയോ ഉണ്ടായിട്ടില്ല. സംവിധാനം ചെയ്യുന്ന സിനിമയിൽ സംവിധാനം ചെയ്യുന്നത് ഞാൻ തന്നെ എഴുതിയതല്ല. അതിൽ പോലും ഞാൻ സന്തുഷ്ടനല്ല എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. കാരണം അത് ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ പലരും പറഞ്ഞിട്ടുണ്ട് പല ഇന്റർവ്യൂവിൽ, അന്ന് വായിച്ചത്ര രസം ഞാൻ പല ഏട്ടൻ പറഞ്ഞിട്ടുണ്ടോ, അജു പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എഴുതി വെച്ചത് എനിക്ക് അതിലുള്ള പ്രശ്നം വെച്ചാൽ ഞാൻ എഴുതി വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ പോയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലതും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നത് പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ സിനിമയിൽ പാളിച്ചകൾ എനിക്ക് കൃത്യമായിട്ട്, കാരണം ഞാൻ സെക്കൻഡ് ഹാഫ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എഡിറ്റിനിടയിലൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ അതിനെനിക്ക് കൃത്യമായിട്ട് ആ തിയേറ്ററിൽ പോലും ഞാൻ ആ സിനിമ പോയി കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എഴുതുന്ന സിനിമകളിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എഴുതി കഴിഞ്ഞാൽ നമ്മളെ ഹാപ്പി ആവാത്തൊരവസ്ഥ വരും. ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും ഇതല്ല ഇതിങ്ങനെ വേണം. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുള്ളിടത്ത് അത് ഭയങ്കര മാനസിക പ്രശ്നമാണ്. അപ്പം നമുക്ക് അങ്ങനെ ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടാതെ പോവുക. മാനസിക പ്രശ്നം. അപ്പം അതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമയോടാണ് എനിക്കത് ഏറ്റവും കൂടുതലുള്ളത്. ഭയങ്കര ഇൻടോളറൻസ് ആണ് സിനിമയും സിനിമ ഇതിനോടും. കാരണം എനിക്ക് അത്രയും, ഞാൻ ഇതുവരെ പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമാണ് സിനിമ. പക്ഷേ ഞാൻ ചെയ്യുന്നതൊക്കെ മോശം സിനിമകൾ. ഞാനതാ ചോദിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ അതൊരു ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ഒന്ന് സർവൈവലാണ്. ഓക്കെ, ഒരു പരിധി വരെ നമുക്ക് നിർത്തിക്കൂടെ ഈ പറഞ്ഞ പോലെ സർവൈവൽ? എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. ഒരു പരിധിനപ്പുറം നമുക്ക് ഇവിടെ കുറെ ബന്ധങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സിനിമയിൽ നിന്ന് ആൾക്കാരിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പലപ്പോഴായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ബന്ധങ്ങൾ കുറേ സൗഹൃദത്തിന്റെ പുറത്തുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ ബന്ധത്തിന്റെ പുറത്തും ആൾക്കാരുടെ ഇഷ്ടത്തിന്റെ പുറത്തും ചെയ്ത സിനിമകളുണ്ട്. ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെടാതെ ചെയ്ത സിനിമകളുണ്ട്. അപ്പം പിന്നെ ഒന്നും ഇഷ്ടപ്പെടുന്നുമില്ല. അപ്പം പിന്നെ എല്ലാം ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. അത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കുന്ന പരിപാടിയാണെങ്കിൽ എനിക്കതിൽ ബുദ്ധിമുട്ടില്ല. കാരണം അതിനെ ഞാൻ കൃത്യമായിട്ട് എനിക്ക് അതിനോട് വലിയ അഭിനിവേശം ഇല്ലാത്തതുകൊണ്ട് അതിനെ ജോലിയായി കാണുന്നതുകൊണ്ട് എനിക്ക് വലിയ ഓടാതിരിക്കുന്ന എൻ്റെ വിഷയം കൺസേൺ ആവുന്നില്ല പലപ്പോഴും. എന്നുവെച്ചാൽ ഓടാതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ബാധിക്കാറില്ല. പക്ഷേ നമ്മൾ സ്വന്തമായിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത് നമ്മളൊരു സാധനം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനകത്ത് അത് നാളെ, കാരണം ഇത്രയും ഞാൻ സംസാരിച്ചിട്ട് നാളെ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ നാല് സൈഡിൽ നിന്നോ നിങ്ങളൊക്കെ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ കൊല്ലൂലേ. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീരുമാനം എല്ലാം ചത്തൊടുങ്ങിയിട്ട് മതി, ചത്തൊടുങ്ങിയിട്ട് മതി എന്റെ ഡയറക്ഷൻ എന്നുള്ളൊരു അങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ജനറേഷൻ വരട്ടെ, എന്റെ സിനിമകളൊക്കെ മറക്കട്ടെ, ഞാൻ ചെയ്തു വെച്ച എല്ലാം മറന്നു പോട്ടെ, ഈ യൂട്യൂബും ഇതൊക്കെ എല്ലാം മാഞ്ഞ് മറന്നു പോയതിനു ശേഷം ഞാനൊരു സാധനം കൊണ്ട് വരും. വർഷങ്ങൾക്ക് ശേഷം വന്ന പോലെയാണോ? ഇതാണ് ഇത്
ഏതോ വലിയ പ്രോജക്റ്റുകൾ ഉണ്ട് എന്നുള്ളൊരു വാർത്ത കേട്ടല്ലോ. വലുത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷമൊക്കെ പോകും. എന്റെ എത്ര പടങ്ങൾ പെൻഡിങ് ആവും. ഡെഫിനറ്റ്ലി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അതിന്റെ ഒരു ഫിനാൻഷ്യൽ കണക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് നഷ്ടം. ഇനി എന്തായാലും സ്വാമി സാർ എന്ന് പറയുന്ന ആ പേരിന് നമുക്കൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഈ സിനിമയിൽ ഉണ്ടാവട്ടെ. ഒരു പറഞ്ഞ പോലെ എന്തോ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് എല്ലാവർക്കും വർക്ക് ആവട്ടെ. എക്സ്പെരിമെന്റലാണ് ഇതിന്റെ കഥ, അത് പറഞ്ഞ് നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും വർക്ക് ആവട്ടെ, വലിയൊരു വിജയമാവട്ടെ. സംസ്ഥാനത്ത് ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് നല്ല റോളുകളും മലയാള സിനിമയുടെ വലിയൊരു ഭാഗമാകട്ടെ. ഇത് പിന്നെ ഒരു ഭാഗമാണ്. അതിന്റെ അടിച്ചോടിച്ചാലും പോകില്ല. അവിടെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പോൾ എന്തായാലും വീണ്ടും നമുക്ക് ഇതുപോലെ കാണാം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.